നമ്മൾ സ്റ്റക്കായി പോകും. ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിപ്പോ പണ്ടത്തെ ഫോട്ടോ അങ്ങനെ ആയിരിക്കും, എന്തായാലും ഇപ്പൊ മക്കളൊക്കെ ആയില്ലേ, ഒരുമിച്ച് പോവാം, അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. അങ്ങനെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്റെ മൈൻഡ് ഓക്കെ ആവുന്നില്ല. ആ ടൈമിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഡേറ്റ് ചെക്ക് ചെയ്ത് നോക്കി. നോക്കുമ്പോൾ ഞാൻ ട്വിൻസിനെ പ്രഗ്നന്റ് ആയ സമയത്ത്, പ്രസവിച്ച് കിടക്കുന്ന സമയത്ത്, ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓപ്പറേഷൻ ചെയ്തിട്ട് വേദന, ഈ 3 മക്കളെ എടുത്തിട്ട് രാത്രി ഉറങ്ങലില്ല. 3 മണി 4 മണിക്കൊക്കെയാണ് ഉറങ്ങല്. കഴിഞ്ഞ ദിവസം തെസ്നിയ എമീർ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണാനിടയായി. തെസ്നിയ എമീർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാനന്തവാടിക്കടുത്താണ് ഇവരുടെ താമസം. അപ്പോൾ ഇവർക്ക് 1-ാമത്തെ വയസ്സിൽ തന്നെ ഇവരുടെ ഉപ്പ ഇവരെ ഉപേക്ഷിച്ച് പോവുകയാണ്. അങ്ങനെ ഇവരെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ ഉമ്മ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഗൾഫിലേക്ക് ജോലിക്ക് വേണ്ടി പോവുകയാണ്. അതായത് ഒരു ഏജൻസി വഴിയാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ പറയുന്ന ഏജൻസി ഒരു തട്ടിപ്പായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു അറബിയുടെ കീഴിൽ ഒരു ഗദ്ദാമയായിട്ടാണ് അവിടെ ജോലിക്ക് കയറുന്നത്. അങ്ങനെ അവിടുത്തെ ആട്ടും തുപ്പും എല്ലാം സഹിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു US പൗരൻ വന്നിട്ട് ഇവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ ഈ പറയുന്ന USA ആളും ഈ ഉമ്മയും തമ്മിൽ സ്നേഹബന്ധത്തിലാവുകയും ഇവരൊരുമിച്ച് ജീവിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണ് US. അങ്ങനെ US ജീവിക്കുന്ന സമയത്ത് ഈ തെസ്നിയ വളർന്നു കഴിയുമ്പോൾ തെസ്നിയനെയും US കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് തെസ്നിയയ്ക്ക് നാട്ടിൽ ഒരാളുമായിട്ട് സ്നേഹബന്ധത്തിലാവുന്നത്. അറിയാലോ, സ്നേഹത്തിൻ്റെ കാര്യം വരുമ്പം ചുറ്റുമുള്ളതെല്ലാം നമ്മൾ മറക്കും. അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് നിർബന്ധിച്ചിട്ടും തെസ്നിയ ഈ പറയുന്ന ആളെ കല്യാണം കഴിക്കണം എന്നുള്ള വാശിയിൽ തന്നെ നിന്നു. അങ്ങനെ വീട്ടുകാരും മനസ്സില്ലാ മനസ്സോടെ ഇവരുടെ കല്യാണം നടത്തി കൊടുക്കുകയാണ്. കല്യാണത്തിന് ശേഷം ഈ പറയുന്ന തെസ്നിയയുടെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. കല്യാണത്തിന് ശേഷം ഇവർക്കൊരു കുട്ടി ഉണ്ടാവുകയും കുട്ടി ഉണ്ടായതിന് ശേഷം ഇവർ ഗൾഫിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഗൾഫിൽ പോയപ്പോഴത്തേക്കും ഈ പറയുന്ന ഭർത്താവിൻ്റെ സ്വഭാവം അവർ മനസ്സിലാക്കിയാണ്. അതായത് ഡെയിലി കൂട്ടുകാരുമൊത്ത് മയക്കുമരുന്നടിക്കുക, കള്ളു കുടിക്കുക. ആകെ 2 റൂമുള്ള ഒരു ഫ്ലാറ്റാണ്. അപ്പോൾ ആ ഒരു റൂമിലാണെങ്കിൽ സ്ഥിരം കൂട്ടുകാരുടെ ബഹളമാണ്. അങ്ങനെ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2ാമത് ഇവർ വീണ്ടും ഗർഭിണിയാവുകയാണ്. അങ്ങനെ ഗർഭിണിയായിട്ടുള്ള തെസ്നിയ നാട്ടിലേക്ക് വരുന്നു. അങ്ങനെ ആദ്യത്തെ കുട്ടിക്ക് അധികം പ്രായം ആവാത്തത് കൊണ്ട് തന്നെ ഇവർ ഈ കുട്ടീനെ 2ാമത്തെ കുട്ടീനെ അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുന്ന സമയത്താണ് ഇതൊരു ഇരട്ട കുട്ടികളാണെന്ന് അറിയുന്നത്. അങ്ങനെ ഇവർ ഈ കുട്ടീനെ പ്രസവിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പ്രസവമൊക്കെ അടുക്കുന്ന സമയത്ത് ഇവർ ഒറ്റപ്പെട്ട് ഏകാന്തതയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നടക്കുകയാണ്. അങ്ങനെ ഇരട്ട കുട്ടികളെ പ്രസവിച്ചു. ആ സമയത്താണ് നാട്ടിലേക്ക് ഇവരുടെ ഭർത്താവ് വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവരുടെ ഫോൺ നോക്കുന്ന സമയത്ത്, അതായത് ഭർത്താവിൻ്റെ ഫോൺ വെറുതെ നോക്കുന്ന സമയത്താണ് ഇവർ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. അതായത് ഭർത്താവിന് വേറൊരു കാമുകിയുണ്ട്. അതായത് ഇവരിവിടെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭർത്താവ് അവിടെ വേറൊരുത്തിയുമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നു. അവർ തമ്മിലുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം ഇവർ കാണുകയാണ്, തെസ്നിയ കാണുകയാണ്. അങ്ങനെ ഭർത്താവിൻ്റെ ഫോണിൽ നിന്നും ഭർത്താവിൻ്റെ അവിഹിതം ഇവർ കാണുകയാണ്. എന്റെ ഹസ്ബൻഡിന്റെ ഫോണിൽ അങ്ങനെ ഒരു ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പെണ്ണും ഇവനും തമ്മിലുള്ള കുറേ സ്വകാര്യ നിമിഷങ്ങൾ, അതേപോലെ തന്നെ ഇവർ എൻജോയ് ചെയ്ത നിമിഷങ്ങൾ, അങ്ങനെയുള്ള കുറേ ഫോട്ടോസ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഫോട്ടോസും വീഡിയോസും എല്ലാം എന്റെ കയ്യിലുണ്ട് തെളിവായിട്ട്. പക്ഷെ ഞാൻ വീഡിയോയിൽ അത് ആഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ നിക്കാഹ് കഴിഞ്ഞതാണ്. നിക്കാഹ് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടാൻ വേണ്ടി നിൽക്കുന്നതാണ് ചെക്കൻ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത്. ആ പെണ്ണിന്റെ ഫോട്ടോസും ഹസ്ബൻഡിന്റെ ഫോട്ടോസും ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത്. എന്റെ ജീവിതവും പോയി, ഇനി വേറൊരാളെ ജീവിതം കൂടി നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത്. ഇവരെ അപ്പോൾ അതാണ് സംഭവം. അതായത് തെസ്നിയ നാട്ടിൽ ഇത്രയും കഷ്ടപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന തെസ്നിയയുടെ ഭർത്താവ് അവിടെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വേറൊരു സ്ത്രീയുമായിട്ട് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തെസ്നിയ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഫോട്ടോസോ നമ്മളെ കാണിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പബ്ലിക്കിലിടണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഈ പറയുന്ന പെൺകുട്ടി, അതായത് തെസ്നിയയുടെ ഭർത്താവുമായിട്ട് അവിടെ അടിച്ചു പൊളിച്ചിട്ടുള്ള ആ ഒരു സ്ത്രീ ഇവർ കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവരുടെ നിക്കാഹ് കഴിഞ്ഞിരിക്കുന്നതാണ്. ഈ നിക്കാഹ് കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടിയാണ് ഈ പറയുന്ന ചെക്കൻ്റെ കൂടെ അവിടെ അടിച്ചു പൊളിക്കുന്നത്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഈ പറയുന്ന പെൺകുട്ടിയെ കെട്ടാൻ വേണ്ടി പോകുന്ന ചെക്കനെക്കുറിച്ചെങ്കിലും തെസ്നിയ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവർ ചെന്നുവിടുന്നത്, ഈ പറയുന്ന ചെക്കൻ ചെന്നുവിടുന്നത് ഇതേപോലുള്ള ഒരു അവസ്ഥയിലേക്കായിരിക്കും. അതായത് വേറൊരുത്തനുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ സ്വീകരിക്കേണ്ടി വരുന്ന ഒരു ചെക്കൻ്റെ മനസ്സും കൂടി തെസ്നിയ കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ ചെക്കനെക്കുറിച്ച് അറിയാമെങ്കിൽ ആ ചെക്കനെങ്കിലും അറിയിക്കേണ്ടത് തെസ്നിയയുടെ ഒരു കടമയാണ്. ആ ഒരു കാര്യത്തിൽ മാത്രം തെസ്നിയൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മളെ കാണിക്കണമെന്നോ അല്ലെങ്കിൽ പബ്ലിക്കിൽ ഇടണമെന്നോ ഒന്നും ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന പെൺകുട്ടി കെട്ടാൻ പോകുന്ന ചെക്കനെങ്കിലും ഈ കാര്യം അറിയിക്കണം. ഇല്ലെങ്കിൽ വേറെ ഏതോ ഒരുത്തൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് നടന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഇതൊന്നും അറിയാതെ ജീവിക്കേണ്ട ഒരു അവസ്ഥ ഈ പറയുന്ന ചെക്കന് വരും. അപ്പോൾ ഈ ചെക്കൻ്റെയും തെസ്നിയയുടെയും അവസ്ഥ എന്ന് പറയുന്നത് സെയിം ആയിട്ട് മാറും.
അപ്പോൾ അതുകൊണ്ട് തന്നെ തെസ്നി എത്രയും പെട്ടെന്ന് ഈ പറയുന്ന പെൺകുട്ടിയെ കെട്ടാൻ വേണ്ടി പോകുന്ന ചെക്കനെ ഈ കാര്യം അറിയിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ബാക്കി എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കാണിച്ചിട്ടുണ്ടെങ്കിൽ ഐഫോണിൽ ഒരു സെക്ഷൻ ഉണ്ട്, ഇങ്ങനെ മുകളിലേക്ക് ഇതാക്കിയിട്ട് നമ്മുടെ ഫേസിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇവർ രണ്ടാളും കൂടിയിട്ട് ഇങ്ങനെ ഒന്നിച്ച്, ഞങ്ങൾ രണ്ടാളും എന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വരുമല്ലോ, ഫേസ് ഇങ്ങനെ അടുത്ത് വരുമല്ലോ. അതേപോലെ വേറൊരു പെണ്ണിന്റെ ഇവന്റെ ഫോട്ടോസ് ഇങ്ങനെ അടുത്തടുത്ത് വെക്കണം. ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ മൊത്തത്തിൽ എന്താ എന്താ പറയാ, ഫുള്ളായിട്ട് ഇവരെ പേഴ്സണൽ ആയിട്ടുള്ള വീഡിയോസും അതും ഇതും. അല്ലോ എനിക്ക് ചിന്തിക്കാൻ വരെ എനിക്കാണ്, അങ്ങനെ നമ്മൾ സ്റ്റക്കായി പോകും. ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിപ്പോ പണ്ടത്തെ ഫോട്ടോ അങ്ങനെ ആയിരിക്കും, എന്തായാലും ഇപ്പൊ മക്കളൊക്കെ ആയില്ലേ, ഒരുമിച്ച് പോവാം, അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. അങ്ങനെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്റെ മൈൻഡ് ഓക്കെ ആവുന്നില്ല. ആ ടൈമിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഡേറ്റ് ചെക്ക് ചെയ്ത് നോക്കി. നോക്കുമ്പോൾ ഞാൻ ട്വിൻസിനെ പ്രഗ്നന്റ് ആയ സമയത്ത്, പ്രസവിച്ച് കിടക്കുന്ന സമയത്ത്, ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓപ്പറേഷൻ ചെയ്തിട്ട് വേദന, ഈ 3 മക്കളെ എടുത്തിട്ട് രാത്രി ഉറങ്ങലില്ല, 3 മണി 4 മണിക്കൊക്കെയാണ് ഉറങ്ങല്. ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഡിപ്രഷന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെന്റെ ശരിക്കും പറഞ്ഞാൽ അതെന്റെ അവസ്ഥയായിരുന്നു ആ സമയത്ത്. ആ സമയത്തൊക്കെ ഒട്ടും ഉറങ്ങൂല. 3 ആളെ എന്റെ അടുത്തേ കിടക്കുള്ളൂ, വേറെ ഒരാളെടുത്ത് കിടക്കൂല. മൂത്തതാണെങ്കിലും മറ്റേ 2 പിള്ളേരാണെങ്കിൽ എന്റെ അടുത്ത് മാത്രമേ കിടക്കുള്ളൂ. രണ്ടാൾക്ക് ഒരുമിച്ച് പാൽ കൊടുക്കല്, മറ്റേ മൂത്ത മോനും പാൽ കൂടിയൊന്നും നിർത്തിയിട്ടില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരും ആ പെണ്ണും കൂടിയിട്ട് അവിടുന്ന് ഫുള്ള് എൻജോയ് ആയിട്ടുള്ള ലൈഫ്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഇവിടെ ഒരാൾ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നടക്കുന്ന സമയത്ത് ഇവരുടെ ഭർത്താവ് അവിടെ വേറൊരുത്തിയുമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നു. ഒരിക്കലും ഒരാൾക്കും സഹിക്കാൻ വേണ്ടി പറ്റുന്ന ഒരവസ്ഥയല്ല ഇത്. ഈ ഒരു അവസ്ഥ അനുഭവപ്പെട്ടിട്ടുള്ള തെസ്നിയ എന്തായാലും ഈ പറയുന്ന പെൺകുട്ടീൻ്റെ കെട്ടാൻ വേണ്ടി പോകുന്ന ചെക്കനെ അറിയിച്ചേ പറ്റുള്ളൂ. കാരണം ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും തന്നെ സ്നേഹിച്ച ഒരാൾ വേറെ ഒരുത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ വേറെ ഒരാളുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് വേറൊരു ബന്ധം പുലർത്തുന്നു എന്നറിയുന്നത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരേപോലെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഭർത്താവിൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ആ ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടി പോകുന്ന ചെക്കനും ഇതേ വിഷമത്തിലൂടെ, അതായത് തെസ്നിയുടെ ഇതേ വിഷമത്തിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തെസ്നിയ തീർച്ചയായിട്ടും ആ ഒരു ചെക്കനെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബാക്കി എന്താണ് പറയുന്നത് നോക്കാം. സമയത്ത് ഇവൻ എന്നെ വിളിക്കും, വീഡിയോ കോൾ ചെയ്യും. എന്നിട്ട് ഇവൻ എന്നോട് അറിയും, തെസ്നി ഞാനിവിടെ ഫുള്ള് ലോക്കായിട്ടുള്ളത്, എനിക്ക് പൈസ ഇല്ല, പട്ടിണിയാണ്, അങ്ങനെയൊക്കെ പറയും. ആ സമയത്ത് ഞാൻ ഇവിടുന്ന് ഉമ്മിച്ച് തരുന്ന ചെലവിനുള്ള പൈസ, മക്കൾക്ക് പമ്പേഴ്സ് പൊടി ഒന്നും വാങ്ങാനോ പൈസ എടുത്തില്ല. ഞാൻ ചോദിക്കലില്ല, അവരെ വീട്ടുകാരോട് ഞാൻ ചോദിക്കലില്ല, ആരോടും ഞാൻ ചോദിക്കില്ല, ഉമ്മിച്ചിന്റെ അടുത്ത് മാത്രമേ ഞാൻ വാങ്ങലുള്ളൂ. എന്നിട്ട് ആ അയച്ചിരുന്ന പൈസ വരെ ഞാൻ ഇവനക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കും. അതിനുശേഷം ഫസ്റ്റ് ടൈം ഞാൻ മഹർ വെച്ചപ്പോ എനിക്ക് ഉമ്മിച്ച് മഹർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ അവസ്ഥ കണ്ടിട്ട് എന്താണ് അവസ്ഥ അല്ലേ? അതായത് പെണ്ണിനെ പറ്റിച്ച് കല്യാണം കഴിച്ച് ഗൾഫിൽ പോയിട്ട് അവിടെ നിന്നുകൊണ്ട് നാട്ടിലുള്ള ഈ പറയുന്ന പെണ്ണിൻ്റെ കയ്യിൽ നിന്നും പൈസ മേടിക്കുന്നു. നിനക്കെല്ലാം വല്ല ഉളുപ്പുണ്ടോ മോനെ? ഒരു പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് വേറൊരുത്തിൻ്റെ കൂടെ അവിടെ അടിച്ചു പൊളിച്ചുകൊണ്ട് നടക്കുമ്പം അവിടെ പൈസ തികയാനിട്ട് ഇവിടുത്തെ നാട്ടിൽ കഷ്ടപ്പെട്ട് നടക്കുന്ന ഈ പറയുന്ന ഭാര്യേൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നു. ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? റിലേഷൻഷിപ്പിൽ ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ പലർക്കും വരാറുണ്ട്. അതായത് സ്വന്തം ഭാര്യനെ പറ്റിച്ച് പോകുന്ന ചെക്കന്മാർ, സ്വന്തം ഭർത്താവിനെ പറ്റിച്ച് പോകുന്ന പെൺകുട്ടികൾ, ഇവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ പിടിക്കപ്പെടും. അന്ന് മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം നിങ്ങളെ പൊക്കും. അന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ഇതിനുള്ള ഉത്തരം പറയേണ്ടതായിട്ട് വരും. അതായത് അമേരിക്കയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഉമ്മേൻ്റെ നിന്ന് കിട്ടുന്ന പൈസ ഇവൻ അയച്ചു കൊടുക്കുകയാണ്. അതായത് ഇവൻ അവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട്. അതും അടിച്ചുപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കൂട്ടുകാരുടെ കൂടെ മദ്യവും മയക്കുമരുന്നും അടിച്ചിട്ട് വേറൊരു പെണ്ണിൻ്റെ കൂടെ അടിച്ചുപൊളി. എന്തൊരവസ്ഥയാണ് ഇതിപ്പോൾ! ആൺകുട്ടികളാണെങ്കിലും ശരി, പെൺകുട്ടികളാണെങ്കിലും ശരി, ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷമം പിടിച്ചൊരവസ്ഥ തന്നെയാണ്. നമ്മൾ സ്നേഹിക്കുന്ന ആൾ നമ്മളെ അല്ലാതെ വേറൊരാളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇതേപോലെ ജീവിതം പങ്കിടുന്നു എന്നറിയുമ്പോൾ ഉള്ളൊരവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച ഒരു അവസ്ഥ തന്നെയാണ്. ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്നൊരു വേറൊരു കമൻറ്റാണ്. ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ ഇവരുടെ അവസ്ഥകളും ഇതെല്ലാം കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ഇതേ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരു കമൻറ്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളാണ്. ലവ് മാരേജ് ഒന്നുമല്ല, ഒരു അനാഥനായ ആളെയാണ് ഞാൻ കെട്ടിയത്. പാവം തോന്നി കെട്ടി. ബട്ട് 6 ഇയേഴ്സ് ആയപ്പോൾ വേറെ ഒരു ലവർ ഉണ്ടെന്ന് മനസ്സിലായി.
കുറേ സഹിച്ചു, അവസാനം ഡിവോഴ്സ് ആവാൻ കൊടുത്തു. ചെറിയ കുട്ടികളായതുകൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഞങ്ങൾ ഹാപ്പിയാണ്. ഇതേപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സ്ത്രീകളും ഉണ്ട്, ഒരുപാട് പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന പെൺകുട്ടീനോട് പറയുന്നത്, അതായത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ പിടിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ നടക്കുന്ന ആ ഒരു പെൺകുട്ടിയെ കെട്ടാൻ വേണ്ടി പോകുന്ന ചെക്കനെ നിങ്ങൾ എന്തായാലും ഈ ഒരു കാര്യം അറിയിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ അതേ അവസ്ഥയിലൂടെ ഈ പറയുന്ന പെണ്ണിനെ കെട്ടുന്ന ചെക്കനും കടന്നു പോകേണ്ടി വരും. ഇതിപ്പോൾ ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും ഈ പറയുന്ന ചതി വഞ്ചന എന്നൊക്കെ പറയുന്നത് ഒരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം അതിന് മുമ്പ് തന്നെ, ഇവൻ ചതിയിൽ പെടുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന പെൺകുട്ടീൻ്റെ കാര്യം ഇവനെ അറിയിക്കുകയാണെങ്കിൽ, നിങ്ങൾ പബ്ലിക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒന്നും കൊണ്ടുപോയിട്ട് ഇവരുടെ വീഡിയോയോ ഫോട്ടോ ഒന്നും ഇടണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന കെട്ടാൻ വേണ്ടി പോകുന്ന ചെക്കനെങ്കിലും ഇത് അറിയിക്കുകയാണെങ്കിൽ അവനെങ്കിലും രക്ഷപ്പെടും. എന്തായാലും അവൾ ഇതേപോലെ കുറേ പോകുന്നതാണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ഇത് ഈ പറയുന്ന ചെക്കനെ അറിയിച്ചത് കൊണ്ട് ആ ചെക്കന് നല്ലൊരു ജീവിതം കിട്ടുമെന്നല്ലാണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഇതേപോലെ ഭാര്യേനോ ഭർത്താവിനെയോ പറ്റിച്ച് നടക്കുന്നവളോ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ. എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ പിടിക്കപ്പെടാം. പക്ഷെ അന്ന് പിടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എത്ര കരഞ്ഞു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എത്ര ഇതാക്കിയിട്ടോ യാതൊരു കാര്യമില്ല. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം ഞാൻ പറഞ്ഞത് ഈ പറയുന്ന പെൺകുട്ടിയെ കെട്ടാൻ വേണ്ടി പോകുന്ന ചെക്കനോട് ഈ കാര്യം പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.